ഇ.പി. ജയരാജൻ പാർലമെന്റ് ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ട് ബി.ജെ.പിയുടെ കേരളത്തിന്റെ പ്രഭാരിയും ദേശീയ നേതാവുമായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് ഒരു ചർച്ച നടത്തി. ഈ ചർച്ച എന്തിനാണ് നടത്തിയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യക്തമാണ്, അത് ബി.ജെ.പിയിലേക്കുള്ള പ്രവേശനമാണ്. ബി.ജെ.പിയിലേക്ക് വെറുതെ അങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് ഇ.പി. ജയരാജന് സാധിക്കുമോ? അതിന് CPM-ന്റെ സഖാക്കൾ അതിന് സമ്മതിക്കുമോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു കാര്യം കൃത്യമാണ്, ഇ.പി. ജയരാജന്റെ അവസ്ഥ ദയനീയമായി പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് പ്രത്യേക പരിഗണനയോട് കൂടിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ തനിക്ക് സുരക്ഷയും ഉണ്ടെങ്കിൽ മാത്രമേ ബി.ജെ.പിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇ.പി. ജയരാജൻ കണ്ണൂരിലെ CPM ലോബി അല്ലെങ്കിൽ CPM-ലെ ഒരു പ്രധാനപ്പെട്ട ടീം വർക്കിന്റെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ശിങ്കിടികളും ഇതുവഴി ബി.ജെ.പിയിലേക്ക് അല്ലെങ്കിൽ CPM-ന്